കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നു നാം വിശുദ്ധ നോമ്പിൻ്റെ ഒരു പടി കൂടി കയറി 6-ാം ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് എന്ന് ഏവർക്കും അറിവുള്ളതാണല്ലോ. ഈ 6-ാം ദിവസത്തിൽ യേശുക്രിസ്തുവിൻ്റെ വാക്കായ നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. അതാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യം. ഈ വാക്യത്തെ ആസ്പദമാക്കി ആത്മപരിശോധനയ്ക്കും ആത്മപരിവർത്തനത്തിനും നമ്മെ നയിക്കുന്ന ഒരു ഗൗരവമായ തിരുവചന വാക്യമാണ് ഇത്. ഈ വാക്യം ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ധ്യാന സന്ദേശം ശ്രവിക്കുന്നതിലൂടെ ഈ വിശുദ്ധ നോമ്പിൻ്റെ 6-ാം ദിവസത്തിൽ ആത്മാവിനെ ശുദ്ധീകരിക്കുവാനും സ്വർഗീയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുവാനും ഹൃദയം ദൈവത്തിൽ തന്നെ സ്ഥിരമാക്കുവാനും നമുക്ക് സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ വിശുദ്ധ നോമ്പിൻ്റെ 6-ാം ദിവസത്തിലേക്ക് നമ്മെ എത്തിച്ച ദൈവത്തെ നന്ദിയോടെ നാം സ്മരിക്കുകയും ചെയ്യും. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും എന്ന ഈ ധ്യാന തിരുവചന വാക്യത്തിൽ അത് മുഴുവൻ ആത്മീയ ജീവിതത്തിൻ്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്ന ഒരു ശക്തമായ തിരുവചനമാണ്. ആദ്യമായി നമുക്ക് ചിന്തിക്കാം, നിക്ഷേപം എന്ന് പറയുന്നത് അതെന്താണ്? യേശുതമ്പുരാൻ പറയുന്നു, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് എന്നാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നാം കാണുന്നത്. മാനുഷിക ജീവിതം മുഴുവൻ ഇന്ന് നിക്ഷേപങ്ങൾക്കായുള്ള ഓട്ടപ്പാച്ചിലാണ്. പണം, സ്ഥാനം, മാന്യത, പ്രശസ്തി, സ്വാധീനം ഇവയിലേക്കാണ് ഇന്നത്തെ ജീവിതത്തിൻ്റെ ഓട്ടം മുഴുവനും നമുക്ക് ചുറ്റിലും നാം കാണുന്നത്. പക്ഷേ ഈ വിശുദ്ധ നോമ്പ് കാലം നമ്മോട് ചോദിക്കുന്നു, നിന്റെ യഥാർത്ഥ നിക്ഷേപം എവിടെയാണ്? കാരണം നിക്ഷേപമുള്ളിടത്താണ് ഹൃദയം പോകുന്നത്. അപ്പോൾ യേശു തമ്പുരാൻ ഇവിടെ വ്യക്തമായ ഒരു ഉത്തരം എനിക്കും നിനക്കും വേണ്ടി നൽകുന്നുണ്ട്. നിന്റെ നിക്ഷേപം നീ എവിടെ സൂക്ഷിക്കണം എന്നതു തന്നെ. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീനെന്നാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നിന്റെ നിക്ഷേപമുള്ളിടത്തോ നിന്റെ ഹൃദയവും ഇരിക്കും. അപ്പോൾ നിന്റെ നിക്ഷേപം എവിടെ? അതെ, അത് സ്വർഗത്തിൽ നിക്ഷേപിച്ചു കൊള്ളുക. വിശുദ്ധ നോമ്പാലും പ്രാർത്ഥനയാലും ഉപവാസത്താലും ദാനധർമ്മങ്ങളാലും നിർമ്മല ഹൃദയത്തിൻ്റെ ഉടമയായും നീ മാറുമെങ്കിൽ നിന്റെ നിക്ഷേപം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കും. ആമേൻ. രണ്ടാമതായി, ഹൃദയം എന്നത് ആത്മാവിൻ്റെ കേന്ദ്രമാണ്. ഹൃദയം എന്ന് പറയുന്നത് അത് വെറും വികാര കേന്ദ്രമല്ല, അത് ആത്മാവിൻ്റെ ആഴം. ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ മണ്ഡലമാണ് ഹൃദയം. ഇന്ന് ഈ വിശുദ്ധ നോമ്പ് ദിനത്തിൽ നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെതാണോ അല്ലെങ്കിൽ ലൗകിക നിക്ഷേപങ്ങളുടെ
അടിമയാണോ? ഭൂമിയിലെ നിക്ഷേപം അത് ക്ഷണികമാണ്. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല എന്നാണ് 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എത്ര സത്യമായ വചനമാണ്! മരണം വന്ന് നമ്മെ മാടി വിളിച്ചാൽ നമ്മോടൊപ്പം പോകുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളല്ല, ഫിക്സഡ് ഡെപ്പോസിറ്റുകളുമല്ല. അവയൊന്നും ഫിക്സ് അല്ല. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ഫിക്സ് ആയിട്ടുള്ള നിക്ഷേപം സ്വർഗത്തിലാണ് സൂക്ഷിക്കേണ്ടത്. നമ്മുടെ ആത്മാവിന്റെ നിത്യമായ അവസ്ഥ മാത്രമാണ്. അതുമാത്രമാണ് നമ്മോടൊപ്പം ഉണ്ടാകുന്നത്. സ്വർഗീയ നിക്ഷേപം അത് നിത്യമായ നിക്ഷേപമാണ്. അത് നിത്യമാണ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ എന്നാണ് കൊലോസ്യർ 3-ാം അധ്യായത്തിന്റെ 1-2 തിരുവചനം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സ്വർഗീയ നിക്ഷേപം എന്താണ്? പ്രാർത്ഥന, ദാനധർമ്മം, ഉപവാസം, ക്ഷമ, കരുണ, ഇവയെല്ലാം ഈ വിശുദ്ധ നോമ്പ് കാലം നമുക്ക് നമ്മുടെ സ്വർഗീയ ബാങ്കിൽ നിക്ഷേപിക്കുവാനുള്ള വലിയ അവസരങ്ങൾ. ഈ അവസരം നാം പാഴാക്കരുത് പ്രിയ ദൈവമക്കളെ. മൂന്നാമതായി നമുക്ക് ചിന്തിക്കാം, നിക്ഷേപം മാറുമ്പോൾ ഹൃദയം മാറും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വീണ്ടും പറയുന്നുണ്ട്, 12-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ, നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുമെന്നാണ്. നമ്മുടെ ഹൃദയം പലപ്പോഴും അസ്വസ്ഥമാണ്. കാരണം നിക്ഷേപം തെറ്റായ സ്ഥലത്താണ്. അതാണ് അതിൻ്റെ കാരണം. നിന്റെ നിക്ഷേപം ദൈവത്തിലാകുമ്പോൾ ഹൃദയം സമാധാനപരമാകും. അതിനാലാണ് ഈ വിശുദ്ധ നോമ്പ് ഹൃദയത്തിൻ്റെ ഒരു പുനർക്രമീകരണത്തിനായി സഭ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് വെറും ഭക്ഷണത്യാഗം മാത്രമല്ല, ഇത് ഹൃദയത്തിൻ്റെ ദിശ തിരുത്തലാണ്. ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു? ഞാൻ ആർക്കു വേണ്ടി ശേഖരിക്കുന്നു? എൻ്റെ സമയം എവിടെയാണ് ചിലവാക്കുന്നത്? നമ്മുടെ സമയം തന്നെയാണ് ഏറ്റവും വലിയ നിക്ഷേപമെന്ന് പറയുന്നത്. നാം ദൈവിക കാര്യങ്ങൾക്കായി സമയം മാറ്റിവെക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, നാം സമയം കണ്ടെത്തുമ്പോൾ വചനം ജഡമായി നമ്മുടെ ഉള്ളിൽ പാർക്കും, വസിക്കും. നാം കേട്ട തിരുവചന പ്രകാരം നമുക്ക് ഒരാത്മപരിശോധനയുടെ നിമിഷത്തിലേക്ക് കടന്നു വരാം. നമുക്കൊന്ന് ശാന്തമായി ചിന്തിക്കാം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്? ഞാൻ ദൈവവചനത്തിനായി സമയം ചിലവഴിക്കുന്നുണ്ടോ? ഞാൻ ക്ഷമിക്കാത്ത ഒരാളാണോ? ഹൃദയം ശുദ്ധമാകുമ്പോൾ നിക്ഷേപം സ്വർഗത്തിലാകും. അതാണ് ക്രൂശിന്റെ പാഠം. യേശു തമ്പുരാൻ തൻ്റെ നിക്ഷേപം സ്വർഗത്തിൽ വെച്ചു. അവൻ്റെ ഹൃദയം പിതാവിനോടൊപ്പമായിരുന്നു. ക്രൂശിൽ എല്ലാം നഷ്ടപ്പെട്ട പോലെ തോന്നിയെങ്കിലും അവൻ നിത്യജയം നേടി. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ നോമ്പിൻ്റെ 6-ാം ദിവസമായി ഇന്ന് നമ്മെ വിളിക്കുന്നു. ഹൃദയം പരിശോധിക്കൂ, നിക്ഷേപം തിരുത്തൂ, സ്വർഗീയ സമ്പത്ത് ശേഖരിക്കൂ. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് തലകൾ ദൈവമുൻപാകെ കുനിച്ച് ആത്മസമർപ്പണത്തോടെ ആത്മബോധത്തോടു കൂടി പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ,
നിന്റെ പരിശുദ്ധ സന്നിധിയിൽ ഞങ്ങൾ നിശബ്ദമായി നിൽക്കുന്നു. നീ പറഞ്ഞ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുന്നു. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. കർത്താവേ, ഞങ്ങളുടെ നിക്ഷേപങ്ങൾ പലപ്പോഴും ഭൂമിയിലായിരുന്നു. മനുഷ്യരുടെ പ്രശംസയിൽ, ലൗകിക വിജയങ്ങളിൽ, അഹങ്കാരത്തിലും സ്വാർത്ഥതയിലും ഞങ്ങൾ ഹൃദയം നിക്ഷേപിച്ചു. അതിനാൽ ഞങ്ങളുടെ ഹൃദയം നിന്നിൽ നിന്ന് അകന്നുപോയി. ശാന്തി നഷ്ടപ്പെട്ടു, ആത്മാവിന് ഭാരമായി. കരുണാനിധിയായ കർത്താവേ, നിന്നേക്കാൾ വിലമതിച്ച ഒന്നും ഈ ലോകത്തിലില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നിട്ടും ഞങ്ങൾ പലപ്പോഴും നിന്നേക്കാൾ മറ്റുള്ള കാര്യങ്ങളിൽ അടിയങ്ങൾ പ്രാധാന്യം നൽകി. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം തമ്പുരാനെ ഞങ്ങളിൽ സൃഷ്ടിക്കണമേ. ഞങ്ങളുടെ ഹൃദയം പുതുക്കണമേ. ലോകത്തിൻ്റെ മായയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. സ്വർഗീയ നിക്ഷേപങ്ങൾക്കായി ഞങ്ങളെ ആകാംക്ഷയുള്ളവരാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ തെറ്റായ നിക്ഷേപങ്ങൾ, അഹങ്കാരം, അസൂയ, ക്ഷമയില്ലായ്മ, സ്വാർത്ഥത, ഇവയെല്ലാം ക്രൂശിന്റെ മുൻപിൽ ഞങ്ങൾ വയ്ക്കുന്നു. നിന്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ നിക്ഷേപം നീയായിരിക്കട്ടെ. ഞങ്ങളുടെ ആഗ്രഹം നീയായിരിക്കട്ടെ. ഞങ്ങളുടെ സമ്പത്ത് നീയായിരിക്കട്ടെ. ഇനി മുതൽ ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ കഴിവുകൾ, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ ജീവിതം എല്ലാം നിനക്കായി സമർപ്പിക്കുന്നു. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കുമെന്ന വചനം ഞങ്ങളുടെ ആത്മാവിൽ പതിയട്ടെ. പരിശുദ്ധമ്മയായ ദൈവമാതാവിൻ്റെ പ്രാർത്ഥനകളാണ് സകല പരിശുദ്ധന്മാരുടെയും പരിശുദ്ധമതികളുടെയും പ്രാർത്ഥനകളാലും മധ്യസ്ഥതകളാലും ഞങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. സ്തോത്രം.